അസ്സലാമു അലൈക്കും. പലരും ട്രീറ്റ്മെന്റിന് വരുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര കാലം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. സത്യത്തില് എത്ര കാലം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു ചികിത്സകനും മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. കാരണം ഓരോരുത്തരുടെയും പ്രയാസത്തിന്റെ തീവ്രത, അതിന്റെ കാലപ്പഴക്കം ഒക്കെ തികച്ചും ഡിഫറെന്റ് ആണ്. വർഷങ്ങളായി പ്രയാസമുള്ള പലർക്കും ഒരൊറ്റ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ പൂർണ്ണമായും സുഖപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അത് തികച്ചും അപൂർവമാണെന്നേ നമുക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ ഇപ്പം ഒരു പേഷ്യന്റ് നമ്മളെടുത്ത് വന്നു, അവർ ട്രീറ്റ്മെന്റ് എടുത്തു, തിരിച്ചു പോയി, പിന്നെ അവർ വീണ്ടും വന്നാലേ നമ്മൾ അവരെ കാണുന്നുള്ളൂ. പ്രയാസം മാറി ഒരാൾ വീണ്ടും വരുന്നില്ല. പിന്നെ പലരും വീണ്ടും വരാറ് വേറെ പേഷ്യൻസിനെയും കൂട്ടിയിട്ടാണ്. അപ്പോഴാണ് പറയാ, അന്ന് നിങ്ങളൊരു കുത്തിയില്ലേ, അതിൽ മാറിയതാട്ടോ, അതുകൊണ്ട് ഞാനിപ്പോ ഇവരെയും കൂട്ടി വന്നതാണ്. പക്ഷെ എന്ന് വെച്ചാൽ എല്ലാ കേസുകളും അങ്ങനെയല്ല. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത, ഇതൊരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ്. നാച്ചുറലി ഗ്രാജുവലി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോ അതിനൊരു സമയമുണ്ട്. നമ്മുടെ ബോഡി ഒരു നേച്ചറാണ്, ഒരു പ്രകൃതിയാണ്. പ്രകൃതിക്ക് പലതിനും പല നിയമങ്ങളുണ്ട്. പ്രകൃതിയിൽ എന്ത് ഉണ്ടാവണമെങ്കിലും എന്ത് നശിക്കണമെങ്കിലും അതിന് പ്രത്യേക സമയം, സാഹചര്യം ഒക്കെ നമ്മൾ അനുവദിച്ചു കൊടുത്തേ പറ്റും. അപ്പോൾ നമ്മൾ ഈ ബോഡി എന്താ പറയാ ബോഡി ബോഡിയിലുള്ള എലിമിനേഷൻ അല്ലെങ്കിൽ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യുക, ഇതാണ് അക്യുപങ്ചർ തിയറിയുടെ ബേസിക്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമയം കൊടുക്കണം, ഒരു സമയം അനുവദിച്ചു കൊടുക്കണം. ആ സമയം എത്രയെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടിയും നമ്മൾ അങ്ങനെ ചോദിക്കുന്നവരോട് പറയാ, നിങ്ങളൊരു 3-4 മാസം ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കൂ. അതിലൊന്നും ഒരു മാറ്റം ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതില്ല. പക്ഷെ ഈ 3-4 മാസം എന്ന് പറയുന്നത് ആ 3-4 മാസത്തിനുള്ളിൽ പ്രയാസം പൂർണ്ണമായും മാറുമെന്നോ പ്രയാസം പൂർണ്ണമായും മാറില്ല എന്നോ അല്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ പല പ്രയാസങ്ങൾക്കും മാറ്റം ഉണ്ടാവും. കാരണം ഒരു പ്രയാസം കൊണ്ട് വരുന്ന പേഷ്യന്റിന് അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രയാസത്തിന് മാത്രമല്ല ചികിത്സ പോവുക, ആ രോഗിയുടെ ശരീരം അനുഭവിക്കുന്ന എല്ലാ തരം ഇംബാലൻസും ബാലൻസ് ആവുകയും എല്ലാ തരം പ്രയാസങ്ങളും എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു പ്രയാസത്തിന് വരുന്നവരുടെ പല പ്രയാസങ്ങളും കുറഞ്ഞു 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 വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു 3-4 മാസം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് പൂർണ്ണമായും മാറുന്നത് കാണാറുണ്ട്. പക്ഷെ ചില കേസുകൾ അങ്ങനെയല്ല. ചില കേസുകൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാല് മെൻസ്ട്രൽ ക്രാംസ് ഉള്ള ചിലർക്ക് ഭയങ്കര അതികഠിനമായ വയറുവേദന മെൻസസിന്റെ സമയത്തുണ്ട്, അല്ലെങ്കിൽ മെൻസസിന്റെ സമയത്ത് വല്ലാതെ തലകറക്കം, ഛർദി, എണീറ്റിക്കാൻ പറ്റാത്ത സ്ഥിതി, ക്ഷീണം, ഇങ്ങനത്തെ പ്രയാസങ്ങളാണ് കരുതിക്കും. അപ്പോ ഈ പ്രയാസം മാറിയോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ അടുത്ത മാസം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത മാസം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയാലേ അത് മാറിയോ എന്ന് പോലും അറിയുള്ളൂ. ഒരു ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ അവര് മെഡിസിൻ കഴിച്ചുണ്ടായിട്ടുള്ള ദോഷവും റീഗെയിൻ ചെയ്യണം, അവരുടെ ഷുഗറിന്റെ പ്രയാസം, ബോഡിയിലുള്ള ഇംബാലൻസ് ബാലൻസ് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ഒരു സമയമെടുക്കും. നമ്മുടെ ബോഡിയിൽ ഒരു രക്തകണം ഉണ്ടാവണമെങ്കിൽ തന്നെ ദിവസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു സ്കിൻ ലെയർ പോയി പുതിയ സ്കിൻ ലെയർ വരണമെങ്കിൽ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാത്തിനും പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. അപ്പോ ഒരു നീഡിൽ ചെയ്ത് ഇന്നേക്കൊന്ന് മാറണം എന്ന് വിചാരിച്ചാൽ പലപ്പോഴും സാധ്യമല്ല. കാരണം ഇതൊരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ്, ഒരിക്കലും ഒരു ഡ്രഗ് ഇൻജെക്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരു തൽക്കാല ശമനം തരുന്നതോ ആയ ചികിത്സയല്ല. ഓക്കെ, താങ്ക് യു.